ഓം ശാന്തി. 25/1/2025. ഇന്നത്തെ മുരളിയുടെ മെയിൻ പോയിന്റ്സ്. മധുരമായ കുട്ടികളെ, മിടുക്കരായ വിദ്യാർത്ഥികളായി നല്ല മാർക്കോടുകൂടി പാസ്സാകുന്നതിന് പുരുഷാർത്ഥം ചെയ്യൂ. മടിയരായ വിദ്യാർത്ഥികളാകരുത്. മടിയരവരാണ് ആർക്കാണോ മുഴുവൻ ദിവസവും ബന്ധുമിത്രാദികളുടെ ഓർമ്മ വരുന്നത്. സ്വയം ഭഗവാൻ നമ്മൾ ആത്മാക്കളെ ടീച്ചറായി വന്ന് പഠിപ്പിക്കുകയാണ്. അപ്പോൾ നമ്മുടെ ഉത്തരവാദിത്വമാണ് മിടുക്കരായ വിദ്യാർത്ഥികളാകുക എന്നത്. മിടുക്കരായ വിദ്യാർത്ഥികൾ ആരാണ്, മടിയരാരാണ് എന്ന് ബാബ ഇന്ന് മനസ്സിലാക്കിച്ചു തരുന്നു. ആരാണോ നല്ല മാർക്കോടെ പാസ്സാകുന്നതിന് പുരുഷാർത്ഥം ചെയ്യുന്നത് അവരെയാണ് മിടുക്കരായ വിദ്യാർത്ഥികൾ എന്ന് പറയുന്നത്. അവർ പഠിത്തത്തിൽ ശ്രദ്ധ കൊടുക്കും, പഠിത്തം മിസ് ചെയ്യില്ല. അതുപോലെ എന്താണോ പഠിച്ചത് അത് ജീവിതത്തിൽ കൊണ്ടുവന്ന് മറ്റുള്ളവർക്കും പഠിപ്പിച്ചു കൊടുക്കും. എന്നാൽ മടിയരായ വിദ്യാർത്ഥികൾ എന്നാൽ അവർക്ക് മുഴുവൻ ദിവസവും ബന്ധുമിത്രാദികളുടെ ഓർമ്മ വരും. സ്വയം ആത്മാവെന്ന് മനസ്സിലാക്കാത്തത് കാരണമാണ്, അശരീരിയാണ് എന്നതിൻ്റെ അഭ്യാസം ചെയ്യാത്തത് കാരണമാണ് മറ്റുള്ള ദേഹധാരികളുടെ ഓർമ്മ വരുന്നത്. ഇങ്ങനെ ദേഹധാരികളുടെ ഓർമ്മ വന്നാൽ നാം പഠിത്തത്തിൽ പിന്നോട്ടാകും, അതായത് മടിയരായ വിദ്യാർത്ഥി ആയിപ്പോകും. ബാബ പറയുന്നു, മടിയരാകരുത്, മിടുക്കരാകണം. ചോദ്യം: സംഗമയുഗത്തിൽ ഏറ്റവും ഭാഗ്യവാനെന്ന് ആരെ പറയും? ഉത്തരം: ആരാണോ തൻ്റെ ശരീരം, മനസ്സ്, ധനം എല്ലാം സഫലമാക്കിയത് അല്ലെങ്കിൽ ചെയ്തുകൊണ്ടിരിക്കുന്നത് അവരാണ് ഭാഗ്യവാൻ. ചിലരാണെങ്കിൽ വളരെ പിശുക്കരാണ്. മനസ്സിലാക്കാം അവരുടെ ഭാഗ്യത്തിൽ ഇല്ല എന്ന്. മനസ്സിലാക്കുന്നതേയില്ല വിനാശം മുന്നിൽ തന്നെ ഉണ്ട്, എന്തെങ്കിലും ഒന്ന് ചെയ്യാം എന്ന്. ഭാഗ്യവാനായിട്ടുള്ള കുട്ടികൾ മനസ്സിലാക്കുന്നു, ബാബ ഇപ്പോൾ മുന്നിൽ വന്നിരിക്കുകയാണ്. നമ്മൾ നമ്മുടെ എല്ലാം തന്നെ സഫലമാക്കണം. ധൈര്യം വെച്ച് അനേകരുടെ ഭാഗ്യം ഉണ്ടാക്കുന്നതിന് നിമിത്തമാകണം. ശിവബാബ ഈ സംഗമയുഗത്തിൽ വന്ന് ബ്രഹ്മബാബയിലൂടെ നമ്മുടെ എല്ലാവരുടെയും ഭാഗ്യം ഉണ്ടാക്കുന്നതിനുള്ള പേന തന്നിരിക്കുകയാണ്. ഇങ്ങനെ ഭാഗ്യം നമ്മൾ എല്ലാവരും ഉണ്ടാക്കുകയാണെങ്കിലും ഏത് കുട്ടികളെയാണ് ഏറ്റവും ഭാഗ്യവാൻ എന്ന് പറയുന്നത്? ആരാണോ തൻ്റെ ശരീരം, മനസ്സ്, ധനം എല്ലാം തന്നെ യജ്ഞസേവനത്തിനായി വെക്കുന്നത് അവരെയാണ് ഭാഗ്യശാലി എന്ന് പറയുന്നത്. അങ്ങനെയുള്ളവരുടെ ഭാഗ്യം പലിശ സഹിതം ശേഖരിക്കപ്പെട്ടുകൊണ്ടിരിക്കും. എന്നാൽ ചില കുട്ടികൾ അല്പം പിശുക്ക് കാട്ടുന്നു. ഈ സംഗമയുഗത്തിലാണ് നാം നന്നായി നമ്മുടേതെല്ലാം സഫലമാക്കേണ്ടത്. കാരണം ഭഗവാൻ തൊട്ടു മുന്നിൽ തന്നെ നിൽക്കുകയാണ്. ആ ഭഗവാന്റെ കർത്തവ്യമാണ് വിശ്വപരിവർത്തനം എന്നത്. ആ പരിവർത്തനത്തിൽ നമ്മുടേതെല്ലാം തന്നെ സഫലമാക്കുന്നതിലൂടെ ഇതെല്ലാം സ്വർണത്തിന് തുല്യമായി തിരിച്ചു വരുന്നു. അതും ധാരാളം മടങ്ങ് തിരിച്ചു വരുന്നു, പദം മടങ്ങ് തിരിച്ചു വരുന്നു. എന്നാൽ ഏതു കുട്ടികളാണോ ഈ കാര്യം വ്യക്തമായി മനസ്സിലാക്കാത്തത് അവർ അവരുടെ ഭാഗ്യം ഉണ്ടാക്കുന്നില്ല. അങ്ങനെയുള്ള കുട്ടികളെക്കുറിച്ച് ബാബ പറയുന്നു, അവരുടെ ഭാഗ്യത്തിലില്ല എന്ന് മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. ഭാഗ്യശാലിയായ കുട്ടികൾക്ക് എപ്പോഴും ഓർമ്മയുണ്ടായിരിക്കും, നമ്മുടെ ബാബ നമ്മുടെ മുന്നിൽ തന്നെ ഉണ്ട്. നമ്മുടേതെല്ലാം സഫലമാക്കണം. നമ്മുടെ ജീവിതം തന്നെ കൊടുത്ത് മറ്റുള്ളവരുടെ ഭാഗ്യമുണ്ടാക്കുന്നതിന് നിമിത്തമാകണം. ഈ ഒരു ധൈര്യം വെക്കണം എന്നവർക്കുണ്ടായിരിക്കും. ഗീതം ഭാഗ്യം ഉണർത്തി വന്നിരിക്കുകയാണ്. ധാരണയ്ക്കുള്ള മുഖ്യസാരം: 1. കർമാതീത അവസ്ഥ പ്രാപ്തമാക്കുന്നതിനായി ഈ ശരീരമാകുന്ന വാലിനെ മറക്കണം. ഒരേ ഒരു ബാബയെ കൂടാതെ മിത്രസംബന്ധികളെ ഒന്നും തന്നെ ഓർമ്മിക്കരുത്. ഈ കാര്യത്തിൽ പ്രയത്നിക്കണം. 2. ശ്രീമതമനുസരിച്ച് ഈശ്വരീയ സേവകരായി മാറണം.
ശരീരം, മനസ്സ്, ധനം സർവ്വതും സഫലമാക്കി തന്റെ ഭാഗ്യം ഉയർന്നതാക്കി മാറ്റണം. ആദ്യത്തെ പോയിന്റിൽ ബാബ പറയുന്നു, ഈ ശരീരം ഒരു വാല് പോലെയാണ്. ഈ ശരീരത്തെ മറക്കണം. എന്നാലാണ് കർമാതീത അവസ്ഥയിൽ എത്താൻ സാധിക്കുന്നത്. കർമ്മം ചെയ്യുന്ന ഞാൻ, ആത്മാവ്, ഈ ശരീരത്തിൽ നിന്ന് വേറിട്ടതാണ് എന്നത് പ്രാക്ടീസ് ചെയ്യുമ്പോഴാണ് കർമാതീത അവസ്ഥയിൽ എത്താൻ സാധിക്കുന്നത്. ബാബയെ കൂടാതെ മറ്റാരെയും ഓർമ്മിക്കരുത്. ഈ കാര്യത്തിൽ നാം നന്നായി ശ്രദ്ധിക്കണം, പ്രയത്നിക്കണം. രണ്ടാമത്തെ പോയിന്റിൽ ബാബ പറയുന്നു, ശ്രീമതമനുസരിച്ചുള്ള ഈശ്വരീയ സേവകരാകണം. അല്ലാതെ സ്വന്തം ഇഷ്ടപ്രകാരമുള്ള സേവകരല്ല. നാം ശരീരം, മനസ്സ്, ധനം എല്ലാം തന്നെ ഈ സേവനത്തിൽ സഫലമാക്കിയാലാണ് നമ്മുടെ ഭാഗ്യം ഉയർന്നതാക്കാൻ സാധിക്കുന്നത്. വരദാനം: കർമ്മഭോഗമാകുന്ന പരിതസ്ഥിതിയുടെ ആകർഷണത്തെയും സമാപ്തമാക്കുന്ന സമ്പൂർണ്ണ നഷ്ടമോഹയായി ഭവിക്കട്ടെ. ഇപ്പോൾ വരെയും പ്രകൃതിയിലൂടെ വരുന്ന പരിതസ്ഥിതികളിൽ അവസ്ഥ ഒരൽപ്പം ആകർഷിതമാകുന്നു. ഏറ്റവും കൂടുതൽ തന്റെ ശരീരത്തിന്റെ കർമ്മക്കണക്കുകൾ, ബാക്കിയുള്ള കർമ്മഭോഗത്തിന്റെ രൂപത്തിൽ വരുന്ന പരിതസ്ഥിതികൾ തന്റെ നേരെ ആകർഷിക്കുന്നു. എപ്പോൾ ഈ ആകർഷണവും സമാപ്തമാകുമോ അപ്പോൾ പറയും സമ്പൂർണ്ണ നഷ്ടമോഹ. ദേഹത്തിൻ്റെയോ ദേഹത്തിൻ്റെ ലോകത്തിൻ്റെയോ പരിതസ്ഥിതി സ്ഥിതിയെ ഇളക്കാൻ സാധിക്കരുത്. ഇതാണ് സമ്പൂർണ്ണ സ്ഥിതി. എപ്പോഴാണോ ഈ സ്ഥിതിയിൽ എത്തിച്ചേരുന്നത് അപ്പോൾ സെക്കൻഡിൽ സ്വയം മാസ്റ്റർ സർവശക്തിവാൻ സ്വരൂപത്തിൽ സഹജമായി സ്ഥിതി ചെയ്യാൻ സാധിക്കും. സമ്പൂർണ്ണ സ്ഥിതി എന്നാൽ പ്രകൃതിയുടെ വശത്തു നിന്നുള്ള, അതായത് ദേഹത്തിൻ്റെയോ ദേഹത്തിൻ്റെ ലോകത്തിൻ്റെയോ വശത്തുനിന്നുള്ള ഏത് പരിതസ്ഥിതി വന്നാലും നമ്മുടെ സ്ഥിതി ഇളകാതിരിക്കുക. ഇതിനെയാണ് സമ്പൂർണ്ണ സ്ഥിതി എന്ന് പറയുന്നത്. ഈ സമ്പൂർണ്ണ സ്ഥിതിയിൽ എപ്പോൾ എത്തുമോ അപ്പോൾ നമുക്ക് സഹജമായും സെക്കൻഡിൽ മാസ്റ്റർ സർവശക്തിവാൻ സ്വരൂപത്തിൽ സ്ഥിതി ചെയ്യാൻ സാധിക്കും. ഈ സമയം ശരീരത്തിൻ്റെ കർമ്മക്കണക്കുകൾ, ബാക്കിയുള്ള കർമ്മഭോഗം തുടങ്ങിയവയാണ് പരിതസ്ഥിതിയുടെ രൂപത്തിൽ വരുന്നത്. അതിലേക്ക് നമ്മുടെ ആകർഷണം പോകുന്നുമുണ്ട്. ഈ ആകർഷണവും സമാപ്തമാകണം. അപ്പോഴാണ് സമ്പൂർണ്ണ നഷ്ടമോഹ എന്ന് പറയുന്നത്. സ്ലോഗൻ: പവിത്രതയുടെ വ്രതം ഏറ്റവും ശ്രേഷ്ഠമായ സത്യനാരായണന്റെ വ്രതമാണ്. ഇതിൽ തന്നെയാണ് അതീന്ദ്രിയ സുഖം അടങ്ങിയിരിക്കുന്നത്. ഏറ്റവും ഉയർന്ന, ഏറ്റവും ശക്തമായ വ്രതം എന്നത് ശ്രേഷ്ഠ സത്യനാരായണന്റെ വ്രതം, അതായത് പവിത്രതയുടെ വ്രതമാണ്. ഈ വ്രതത്തിൽ എല്ലാം തന്നെ അടങ്ങിയിട്ടുണ്ട്. പ്രത്യേകിച്ചും അതീന്ദ്രിയ സുഖവും അടങ്ങിയിട്ടുണ്ട്. അതീന്ദ്രിയ സുഖം ഗോപഗോപികമാർക്ക് മാത്രം ലഭിച്ചിട്ടുള്ളതാണ്. യഥാർത്ഥ ഗോപഗോപികമാർ നാം ഓരോരുത്തരുമാണ്. നമ്മൾക്ക് ഈ സുഖം അനുഭവിക്കണമെന്നുണ്ടെങ്കിൽ പവിത്രതയുടെ വ്രതം ശക്തമാക്കണം. ഓം ശാന്തി.